المحقق الفقيه العابد الزاهد المربي الداعي إلى الله. മൂപ്പർക്കുള്ള സ്ഥാനം പേരാണ് എത്തുന്നത്. അല്ലാമ, മുഹഖിഖ്, ഫഖീഹാണ്, ആബിദാണ്, സാഹിദാണ്, മുറബി. മുറബി എല്ലാം എന്നാണെന്ന് അർത്ഥമില്ല. അപ്പോൾ അർത്ഥം അങ്ങനെയൊന്നുമില്ല. അദ്ദാഇ ഇലല്ലാഹ് എന്നുവെച്ചാൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വളരെയധികം അധ്വാനിക്കുന്ന ഒരാളാണ് മൂപ്പർ. അതാണ് പൂർണ്ണമായ ജാഹിലികളായ നാട്ടിൽ 300 ഒത്തു കൊടുക്കുന്ന ആളെ സൃഷ്ടിച്ചെടുത്തുന്നവർ. സയ്യിദുൽ ഹബീബ് അബൂ മുഹമ്മദ് കുറെ കുഞ്ഞിട്ട് സൈൻ ഇബ്നു ഇബ്രാഹിം ഇബ്നു സൈൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അലി ഇബ്നു സാലിം ഇബ്നു അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് സുമൈത്ത് ഇബ്നു അലി ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അഹമ്മദ് ഇബ്നു അലവി ഇബ്നു അഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അലവി. ആരാണത്? അമ്മുൽ ഫഖീഹിൽ മുഖദ്ദമിൻ്റെ അമ്മ. അപ്പോൾ ഫഖീഹിൽ മുഖദ്ദമിൽ കൂടിയല്ല പോകുന്നത്, അമ്മിൽ കൂടിയാണ് പോകുന്നത്. അതിന് പറയുന്നത് അടിയില് വസാദത്തു ഫീ ഹളറമൂത്തിൽ യൗം. ഇന്ന് ഹറമൂത്തിൽ മുത്ത് ജീവിക്കുന്ന സയ്യിദന്മാർ ജമീഉഹും ഇമാമിൻ ദുർരിയത്തിൽ ഫഖീഹിൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ഇബ്നു മുഹമ്മദ് സാഹിബ് മിർബാത്ത്. അതാണ് എമ്മിലെ പോയ ഓർമ്മയില്ല. മൂപ്പറ ദുർരിയത്തിൽപ്പെട്ടതാകും. ഔ മിൻ ദുർരിയത്തി അമ്മിഹി ഷരീഫ് അലവി ഇബ്നു മുഹമ്മദ് സാഹിബ് മിർബാത്ത്, അല്ലെങ്കിൽ അമ്മിൽപ്പെട്ടതാകും. വൽ മുത്തറജം നമ്മുടെ ചരിത്ര പുരുഷൻ റളിയല്ലാഹു അൻഹു അൻ അജ്ദാദിഹി മിൻ ദുർരിയത്തിൽ അമ്മി, അമ്മിൻ്റെ ദുർരിയത്തിൽപ്പെട്ടതാണ്. അതായത് അത് നെസബ് വായിച്ചോൾക്കൊന്നും ഒന്നും കൂടെ വായിക്കാനോ പറയും. അത് മനസ്സിലായില്ലേ? മൂപ്പർ സലാലയിലുള്ളത് സാഹിബുൽ മിർബാത്ത്, ഇബ്നു സാഹിബ് മിർബാത്ത്, ഇബ്നു അലി, ഖാലി, ഖസം, ഇബ്നു അലവി, ഇബ്നു മുഹമ്മദ് ഇബ്നു അലവി, ഇബ്നു ഉബൈദില്ലാഹി, ഇബ്നു അഹമ്മദ് അൽ മുഹാജിർ, ഇബ്നു ഈസ റൂമി, ഇബ്നു മുഹമ്മദ് നഖീൽ, ഇബ്നു അലി അൽ ഉറൈലി. അലി ഉറൈലിയാണ് ജാഫർ സാദിഖ് തങ്ങളുടെ മകൻ. ജാഫർ സാദിഖിൻ്റെ ഓപ്പയാരാണ് മുഹമ്മദ് അൽ ബാഖിർ. അവരെ ഉപ്പ അലി സൈനുൽ ആബിദീൻ ഇബ്നു സയ്യിദുൽ ഹുസൈൻ ഇബ്നുൽ ഇമാം അലി ബിൻ അബി താലിബിൻ വസയ്യിദത്ത് ഫാത്തിമ ഉമ്മയാന്നല്ലോ ബിൻത് സയ്യിദുൽ മുർസലീൻ സയ്യിദുനാ വ മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നസബ പറഞ്ഞു ഒറിജിനൽ അഹ്ലു ബൈത്ത്. വഹുവ സയ്യിദുൻ മിൻ അഹ്ലിൽ ബൈത്തിൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സയ്യിദാണ്, ഹുസൈനിയാണ്. ഉപ്പ ഹുസൈനിലേക്ക് സമാപിക്കും. മിൻ ദുർരിയത്തി സിബത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ സിബത്തെന്ന് പറയില്ലേ, ഫാത്തിമ ബീബിൻ്റെ വഴിക്ക് വന്ന അമ്മക്കളെന്ന്. അതെ, മറ്റേത് ഹഫീദ്. അലവിയുൽ ഫർഇ, ഫർഇതാണ് അലവിയാണ്. മിൻ നസ്ലി ഷരീഫി അലവി ഹഫീദുൽ ഇമാമിൽ മുഹാജിർ. അത് നമ്മളെ സനത് വായിച്ച് നോക്കുമ്പോൾ ഒരു ഇമാമുൽ മുഹാജിർ കാണാം. സമയത്ത് ഇങ്ങനെ പോയിട്ട് വായിച്ചൊക്കെ അതേപ്പോ സാഹിബുൽ മിർബാത്തിൻ്റെ മോള് നോക്ക്. ഖാലി ഖസം ഇബ്നു അലവി ഇബ്നു മുഹമ്മദ് ഇബ്നു അലവി ഇബ്നു അഹ്മദ് അൽ മുഹാജിർ ഇബ്നു ഈസ. അല്ല മനി മദ്ഹബാരാണ് ഷാഫിഈയുൽ മദ്ഹബാണ്. ആ മുഹാജിറിനെ പറ്റി ചരിത്രം നോക്കിയിട്ടെന്ന് അൽ ഇമാം അഹമ്മദ് ഇബ്നു ഈസൽ മുഹാജിർ റളിയല്ലാഹു അൻഹു വഫാത്ത് 345-ലാണ്. അവിടെ നിന്നാണ് ഈ അലവി എന്നുള്ള പേര് അലവി നിസ്ബാബ്. ഷാഫിഈയുൽ മദ്ഹബാണ്, അശ്അരിയുൽ ഇഅ്തിഖാദാണ്, സുന്നിയുൽ മശ്റബാണ്. അലാ തരീഖത്തി അജ്ദാദിഹിൽ ഹലാരിമത്തി, ഹദറമൗത്തിലേക്ക് ചേർത്തിട്ടാണ് ഹലാരിമത്ത് എന്ന് പറയും. തലപ്പുറം തങ്ങളുടെയിലും കാണുന്നില്ലേ ഹലാരിമ. മിന സാദത്തി ആലി അബി അലവി റളിയല്ലാഹു അൻഹു ജമീഅൻ. ഏതാണ്ട് മനസ്സിലായല്ല, ഇല്ല ഏതാണ്ട് ആരാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അഹ്ലു ബൈത്ത് എന്ന നിലയ്ക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും അർഹതപ്പെട്ടവരാണ്. ഹാലിം എന്നുള്ള നിലക്കും ഇനി മുഅല്ലി മൗലിദുഹു വ നശ്അതുഹു,
വരിദൽ മുതർജമു ലഹു ആമ 1357 ഹിജ്രിയ. 1936 ബി മദീനത്ത് ജാക്കർത്ത, ഇന്തോനേഷ്യയിൽ. ഉസ്റത്തിൽ മുതദയ്യിന, ദീനുമായി വളരെ ബന്ധമുള്ളൊരു കുടുംബത്തിലാണ്. ലിവാലിദൈനി ഉരിഫ ബിൽ ഖൈരി വസ്സലാഹ്, ഖൈർ കൊണ്ടും സലാഹ് കൊണ്ടും പ്രസിദ്ധരായ മാതാപിതാക്കന്മാരാണ്. അല്ലേ? അതിന് നോക്ക്, കാന വാലിദുൽ മുതർജമി റഹ്മഹുല്ലാ, അക്ഷരം നോക്ക്, റജുലൻ സ്വാലിഹൻ തഖിയ്യൻ ദാ സകീനത്തി വഖാരിൻ വഅഖ്ലാഖിൻ കരീമ. ബാപ്പ വളരെ മുത്തഖിയായ വളരെ സാലിഹായ വ്യക്തിയായിരുന്നു. സക്കീനത്തും വഖാറും അഖ്ലാഖും കരീമത്തും ഉടയവരാണ്. വഖത്തവല്ല ഫി ആഖിരി ഉംറിഹിൽ ഇമാമത ഫി മസ്ജിദിൽ ഹബീബി അബ്ദുല്ലാഹി ബിൻ മുഹസിൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിൽ ഇമാമായിരുന്നു. ഈ മദീനത്തി വഖൂർ, അവിടെ സ്ഥലം പറയണം. വമിമ്മാ യദുല്ലു അലാ വഖൂരി അഖ്ലിഹി വസഅതി ഇദ്റാകിഹി, അവരുടെ അഖലിൻ്റെ പൂർത്തിയും പൂർണ്ണതയും ഇദ്റാക്കിൻ്റെ വിശാലതയും നോക്ക്. ഹിജ്റത്തുഹു ബി ഔലാദിഹി, മക്കളെയും കൂട്ടി ഹിജ്റ പോയി. വമിൻഹുൽ മുതർജം, അക്കൂട്ടത്തിൽ നമ്മുടെ ചരിത്ര പുരുഷനായ ഹബീബുണ്ടായിരുന്നു, മുസന്നിഫ്. വഹും സിഗാറുൻ, അവർ ചെറിയ കുട്ടികളായിരുന്നു. ഇലാ മദീനത്തി തരീം ബി ഹദറമൗത്ത്, ഹദറമൗത്തിലെ തരീമിലേക്ക് ഹിജ്റ പോയി. ഖൗഫൻ അലൈഹിം മിനൽ ഫിത്നതി വൽ ഫസാദ്, മക്കൾക്ക് കുടുംബത്തിനും ഫിത്നയും ഫസാദും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട്. സുമ്മ ആദ ഇല, ഇന്തോനേഷ്യയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. വബഅദ സനവാത്തിൻ അദീദത്തിൻ സാറത്ത് തസ്ലുഹു റസായിലു മിൻ ബലദിഹിൽ മുതർജം, പിന്നെന്താക്കി, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചരിത്ര പുരുഷനായ ഇമാമുണ്ടല്ലോ, അവരുടെ വക്കൽ നിന്ന് കത്തുകൾ ബന്ധപ്പെടും. വഖദ് നബഗ ഫിൽ ഇൽമി, ഈ മകനാണെങ്കിലോ ഇൽമിൽ വളരെ പൂണ്ട് പിടിച്ചിട്ടുണ്ട്. വസാറ മുഷാറൻ ഇലൈഹി ബിൽ ബനാൻ, വിരല് കൊണ്ട് ഇതാകെ ഓരോന്നുകൊണ്ട് ചൂണ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഫക്കാനൽ വാലിദു യഖുദു തിൽക റസായില, ആ കത്ത് മുഴുവൻ എന്താക്കും, ഉപ്പ വാങ്ങിയിട്ട് വനുഹ ഫൗക റഅസിഹി വഹുവ യബ്കി, തലൻ്റെ മേലെ വെച്ചിട്ട് കരയും. മിൻ സിദ്ദത്തിൽ ഫറഹ്, മകൻ അല്ലാഹു തആല കൊടുത്ത ഈ സ്ഥാനമുണ്ടല്ലോ അത് ഓർത്തിട്ട് കരയും. വലം യൽതഖിൽ വാലിദു ബിവലദിഹിൽ മുതർജം ബഅദ അൻ ഹാജറ ഇലാ ഹദറമൗത്ത്, ഹദറമൗത്തിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ബാപ്പയും മകനും തമ്മിൽ കണ്ടിട്ടില്ല. ഇല്ലാ ബഅദ സനവാത്തിൻ തവീലത്തിൻ, കുറേ കൊല്ലത്തിന് ശേഷമല്ലാതെ. ഫിൽ ഹറമൈനി ശരീഫൈൻ, അറിയാലോ, ഇൻദമാ ഹജ്ജൽ മുതർജം ഹജ്ജത്തുൽ ഇസ്ലാം, അത് ഒന്നാമത്തെ ഹജ്ജായതുകൊണ്ടാണ് ഹജ്ജത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞത്. ഹജ്ജിന് പോയപ്പോഴാണ് ഉപ്പയും മകനും നമ്മൾ കണ്ടത്. ആദ ബഅദഹൽ വാലിദു ഇലാ ഇന്തോനേഷ്യ, ഉപ്പ ഇന്തോനേഷ്യയിലേക്ക്. വബി മദീനത്തി വഖൂർ കാനത്ത് വഫാത്തുഹു റഹിമഹുല്ലാഹു തആല. വഖൂർ എന്നാണ് തബഉദു അൻ ജാക്കർത്ത, അതിൻ്റെ അടിയിലത കുറിപ്പ്. ജാക്കർത്തയിൽ നിന്ന് അൽ ആസിമ നഹവ് 35 കിലോമീറ്റർ മൈൽ. അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തർത്തഫൻ സത്യഹിൽ ബഹരി ഹവാല 850 കദം ഫീറ്റ് ഉയരത്തിലാണ്, കടൽ തീരത്തിൽ നിന്ന്. വഹിയ മദീനത്തും കസീറത്തുൽ അംതാർ, നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. അലീലത്തുൽ ഹവാ, ഹവായിന് ചെറിയ എന്തുണ്ട്, അലർജിയുണ്ട് കാലാവസ്ഥയ്ക്ക്. യതഖല്ലലുഹ നഹറുൻ ജമീൽ, നല്ല സുന്ദരമായ ഒരു പുഴ നടത്തിക്കൂടി ഒഴുകുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും പരിചയപ്പെടുത്താൻ ബാക്കിയുള്ള ഏതെന്നാൾ ഇത്ര അധ്വാനിച്ചറിഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി. കാന അബൂഹു റഹിമഹുല്ലാഹ് യഖുദുഹു ഫീ സിഗരിഹി, ബാപ്പ എന്താക്കുന്നറിയോ, വളരെ കുട്ടിക്കാലത്ത് ഇലാ മജ്ലിസിൽ ഹബീബിൽ ആരിഫ് ബില്ലാഹി അലവി ബിൻ മുഹമ്മദിൽ ഹദ്ദാദ് സാഹിബ് ബുഖൂർ നഖീബ് സാദത്തിൽ അലവിയിന ഫീ തിൽക്കൽ ബിലാദ്, ആ രാജ്യങ്ങളിലെ നഖീബാണ് ആര്, ഈ ഉസ്താദ്. അവരുടെ മജ്ലിസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഫയഹ്ദുറുൽ മൗലിദ് അല്ലദീ കാന യുഖീമുഹുൽ ഹബീബ് അലവി ഫീ ബൈത്തിഹി അസ്റ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അസ്ർക്ക് ഓതുന്ന മൗലിദിന്റെ സദസ്സിലും പങ്കെടുക്കും. വയഹ്ദുറു അഹ്യാന മദ്രസൽ ഹബീബി ദാഇ ഇലല്ലാഹ് അൽ ഇമാം അലി ബിൻ അബ്ദുറഹ്മാൻ അൽ അബ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മദ്രസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലദീ കാന യുഖീമുഹു ളുഹ കുല്ലി യൗമി അഹദിൻ ഫീ ബൈത്തിഹി, ആ മജ്ലിസ് എപ്പോഴെന്നറിയോ,
എല്ലാ ഞായറാഴ്ചയും ളുഹാ വഖത്തിലാണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. ഇനി ഫാദിറക്കത്തുഹു ബറക്കത്തുൽ ഹുലൂരി ഫീ തിൽകൽ മജാലിസ് ശരീഫ, ആ ബറക്കത്താറിയ അനുഗ്രഹീതമായ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്ന ബറക്കത്താണ് ഇവർക്ക് കിട്ടിയത്. വയുഅദ്ദുൽ ഹബീബു അലവി അവ്വല ശുയൂഖി ഫീ ഹയാത്തിൽ മുതർജം, നമ്മളെ ചരിത്രപുരുഷനായ മഹാനവറുകളുടെ ജീവിതകാലത്ത് ആദ്യത്തെ ശൈഖായിക്കൊണ്ടാണ് ആ അലവിനെ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞത് 7 ദിവാത്തി എന്ന് പറഞ്ഞില്ലേ. തഅല്ലമൽ മുതർജമു മിൻ മദാരിസി ജാവ അൽ ഖിറാഅത വൽ കിതാബ, ഖിറാഅത്തും പഠിച്ചു എഴുത്തും പഠിച്ചു. പിന്നെ വതലഖൽ ഖുർആനൽ കരീമ വഇൽമ തജ്വീദ്, ഖുർആൻ കരീം പഠിച്ചു, തജ്വീദ് പഠിച്ചു. വഫി ആമി 1371, അപ്പം എത്രയായി? 21 വയസ്സായി. അല്ല 21 57 1357 പോയിട്ട് 17 വയസ്സല്ലേ ഹിജ്രി 1950, അതായത് കണക്കന്നെ 36. റഹല ബിഹി വാലിദുഹു ഇലാ ഹളറമൗത്തിലേക്ക് ഉപ്പ ഹിജ്റ പോയല്ലോ. വക്കാൻ അംറു നഹവ 14 സന, ഏതാണ്ട് 14 വയസ്സാണ്. വാക്കാമ ഫി മൻസിലി വാലിദിഹി ഫിൽ മദീനത്തിൽ മുബാറക്കത്തി തരീം അൽ ഖനാം, നല്ല അനുഗ്രഹീതമായ തരീം എന്ന പട്ടണത്തിലാണ് മുപ്പറന്താക്കി താമസാക്കിയത്. ജനിച്ചത് എൻജോയ് ചെയ്തു. ഏത് ഹെർബാത്ത് കുറെ ബുദ്ധിമുട്ടല്ലേ? ഹെർബാത്തിലല്ലേ വേറെ അമ്മല്ലേ അവിടെ? ഹെർബാത്തിന് പറഞ്ഞിട്ട് പോകുന്നില്ല, അമ്മിലെ കുടിന്നല്ലേ? ആ അതന്നെ. ഇനി തലബുഹു ലിൽ ഇൽമി വശയൂഖുഹു, ഇൽമിനെ തടാൻ പോക്ക്. ഇപ്പം വയസ്സ് 14. ശമ്മറൽ മുതർജമ ലഹു അൻ സാഇദിൽ ജിദ്ദി വഅഖബല ബിൽ കുല്ലിയത്തി അല തലഖി വത്തലബ്, ഇൽമിനെ തേടുന്ന വിഷയത്തിൽ എന്താക്കിയെന്നറിയോ, അത് സ്വീകരിക്കാനും കുല്ലിയ കൊണ്ട് മുന്നിട്ട് അങ്ങേയറ്റം അധ്വാനിച്ചു. മുതനക്കിലം ബൈന മദാരിസ തിൽക്കൽ മദീന വമാസിരിഹൽ മുബാറക, അവിടെയുള്ള അസറുള്ള സ്ഥലങ്ങളും അതുപോലെ ആ പട്ടണത്തിൻ്റെ മദാർസിൻ്റെ എവിടെയൊക്കെ ദിവസമുണ്ടോ അവിടെ എല്ലാം യാത്ര ചെയ്തു. ഹുസൻ സുജിബാത്ത് തരീം, പ്രത്യേകിച്ച് തരീമിൽ കണ്ടുന്നതിനകത്ത് മക്കാമുണ്ട്. വസനുഹു മഅനാഹു അലീം എന്ന നൗദോലൊക്കെ എഴുതിയിരുന്നു. തരീം എങ്ങനെ വായിക്കണം? വസനുഹു മഅനാഹു, അതിൻ്റെ മഅന പോലെ തന്നെ അലീമുൻ. അപ്പൊ അലീമുൻ എന്ന് വായിക്കുന്നത് പോലെ വായിച്ചോളുന്നു. അബ്ദുള്ള വലിയ ആശിക്കുന്നല്ലോ അതുപോലെ ഇന്നീല അബ്ദുല്ലാഹി ഇസ്മി വസ്മുക്കും അൽഹംദുലില്ലാഹി ലിവഖി തുമാഇഹി എന്ന് പറഞ്ഞ കിതാബിലുണ്ട്. ഞാൻ അബ്ദുള്ളയാണ്, നിങ്ങൾ അബ്ദുള്ളയാണ്, അവിടെ പേരത്തത് കൊണ്ട് ഞാൻ അള്ളാഹനെ സ്തുതിക്കുന്നു. പേരത്തോണ്ട് കാര്യമുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അമീനാണ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്? അത് കളഞ്ഞിട്ടെന്ന് തോന്നുന്നു. അമീനാണെന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, പേരത്താന്ന് ഞാൻ കൊണ്ടുവന്നു. فقرأ هناك المختصرات الفقهية, ഫിഖ്ഹിയായ മുഖ്തസറായ കിതാബ് ഓതി അലൽ അല്ലാമത്തുൽ ഹബീബി മുഹമ്മദ് ഇബ്നു സാലിം ഇബ്നു ഹഫീദ് വഹഫിള അലൈഹി സഫവത്ത് സുബദ് ലിൽ ഇമാം റസൂലാൻ. സഫവത്ത് സുബദ് അവിടെ കാണാനല്ല, സുബദ് നമ്മുടെ അടി വെച്ചറിയാം. ഇബ്നു അലാൻ അഷാഫി എന്നതിനാണ് ഇബ്നു അലാൻ. സുബദ് 1000 വൈറ്റുള്ള സുബദല്ലേ? ഫിഖ്ഹിന്റെ ഫിഖ് എല്ലാം ഉണ്ടല്ലേ? ഫിഖ്ഹുണ്ട്, അഖീദയുണ്ട്, തസവുഫുണ്ട്, ഉസൂലുണ്ട്, ചരിത്രങ്ങളുണ്ട്. വൽ ഇർഷാദ് ലിശറഫ് ഇബ്നു മുഖരി, നമ്മളെ ഇർഷാദല്ല. ഹഫിള ഇലാ ബാബിൽ ജിനായാത്തി മിൻഹു വഖറഅ അലൈഹി കുതുബഹു ഫിൽ ഫറായിദ് വൻ നികാഹി വബഅദൽ മിൻഹാജി വമജ്മുഅത മിൻ കുതുബി തസവ്വുഫി വതറഫൻ മിൻ ഇൽമിൽ ഫലകി വഹഫിള മൻളൂമതൻ ഹദിയത്തു സദീഖ് ലിൽ ഹബീബി അബ്ദുല്ലാഹ് ബിൻ ഹുസൈൻ ബിൻ താഹിർ. സൗദി കിതാബുകളാണ് പറയുന്നത്. വഅനിൽ ഹബീബി, അതിൻ്റെ ബാക്കി ആദ്യം ഒരു ബദിയോളെ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ബാക്കിയാണെന്ന്.
عمر بن علوي الكاف أخذ النحو والمعاني والبيان. ഓക്കെ, നഹ്വ്, മആനി, ബയാനി. വഖറഅ അലൈഹി, അത് മൊത്തത്തിൽ എന്തായി മറ്റേ ബലാഗത്തിലേക്ക് പോയി. അത് മഹാനിയും ബയാനും. നഹ്വ് പിന്നെ എല്ലാവർക്കും അറിയാം, വ്യാകരണവും. മഹാനി എന്ന് പറഞ്ഞ ഒരു കലിമത്തെ ബന്ധിച്ചാൽ എന്താന്ന്, ലമീറാക്കി കൊണ്ടുവന്നാൽ എന്താ, ലാഹിറ ഇസ്മാക്കിയാൽ എന്തുകൊണ്ടാണ്, ആവർത്തിച്ചാൽ എന്താണ്, ആവർത്തനം ഒഴിവാക്കിയാൽ എന്താണ്, ഇങ്ങനെ അങ്ങനെ പ്രയോഗങ്ങൾ പറയുന്നത്. ബയാൻ എന്നുള്ളത് ഹഖീഖത്താണോ മജാസാണോ ഇസ്തിആദത്താണോ അല്ല നേർക്കുനേരാണോ മാഹിലടിക്കലാണോ അല്ല ഒട്ടലിൽ ചൊറിയിക്കലാണോ എന്ന് ഒഴിവാക്കലാണ്. പിന്നെ വഖറ അലൈഹിൽ മുത്തമ്മിമത്തുൽ ആജ്റൂമിയ്യ, അതെന്താ നഹ്വ്. വഹഫിദൽ അൽഫിയത്ത് ഇബ്നു മാലിക്കിൻ വബ്തദാ ഫീ ശറഹിഹാ ഇൻദഹു. കണ്ടാ, അൽഫിയത്ത് ഇബ്നു മാലിക്കിൻ. وأخذ الفقه أيضا عن العلامة المحقق الشيخ محفوظ بن سالم الزبيدي وعن الشيخ الفقيه مفتي تريم سالم سعيد بكير باغياث وقرأ ملهة الإعراب كتاب للحريري على الحبيب سالم بن علوي الخرد. وأخذ في الأصول عن الشيخ فاضل بن محمد بافضل وعن الحبيب عبد الرحمن بن حامد السدي وقرأ عليهما في متن البرقات. ما هو الحرمين أصول الله برقات. وكان يحضر مجالس الحبيب العارف بالله علوي بن عبد الله بن شهاب الدين وروحته. എന്താ ഈ റൗഹ എന്ന് പറഞ്ഞാല് ഹിയൽ മജ്ലിസുല്ലദി യജ്തമിഉ ഫീഹി ശൈഖു, ശൈഖ് ഒരുമിച്ച് കൂടും. അതോടൊപ്പം ആ തുല്ലാബിഹി, അവരുടെ വിദ്യാർത്ഥികളോട് കൂട്ടിയിട്ട് ഫീ ഖലി വഖ്തി ദർസിന് സമയമില്ലാത്തപ്പോൾ. വയകൂനു ഗാലിബൻ വഖ്തൽ അശിയ, പ്രത്യേകിച്ചും വൈകുന്നേരമാണ്. യഖ്റഊന ഫീഹി മിൻ കുതുബി സുലൂക്കി അബി സയ്രി അബിൽ മനാഖിബി അബിൽ അദബ്. അവിടെ എന്താക്കും, ഒന്നിക്ക് സുലൂക്കിൻ്റെ കിതാബ് അല്ലെങ്കിൽ ചരിത്രങ്ങൾ മുതലായവ. മിൻ ബാബി തർബീഹ്, ചില മനസ്സിന് നല്ല ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അത് സമാധാനം ഉണ്ടാവും. വത്തസല്ലി ബിൽ മുഫീദിൻ നാഫിഅ് വയഖ്തിമുൽ മജ്ലിസ റൗഹത്തൻ ബിശൈഇൻ മിനൻ നശീദിൽ അദ്ബ്. നല്ല കേൾക്കാൻ നല്ല രസമുള്ള നശീദ ചൊല്ലിയിട്ട് മതി. സുമ്മ ബിദ്ദുആഇ വൽ ഫാത്തിഹ, നമ്മളെ ഒരു ഹദറ പോലെ അതിൽ പങ്കെടുക്കും. വമദ്റസത്തുൽ ദിബാമ വമജ്ലിസുൽ ശൈഖ് അലി ഇബ്നു അബീ ബക്കർ സക്കറാൻ റളിയല്ലാഹു അൻഹു. ഉണ്ടല്ലോ. وأخذ أيضا عن الحبيب البركة جعفر بن أحمد الأيدروس, മറ്റൊരു ഉസ്താദാണ്. وكان يتردد عليه كثيرا, അവിടെ ധാരാളമായി പോയി വരാറുണ്ട്. وحصلت له من إجازات كثيرة, അതിലറിയാല. وعن الحبيب അത് അടുത്ത ശൈഖ് عن الحبيب القدوة المسند إبراهيم بن عمر بن عقيل والحبيب البركة أبي بكر عطاس بن عبد الله الحبشي. وقرأ عليه في الأربعين الأصل, അത് ഖസാലി ഇമാമിൻ്റെ കിതാബാണ്. ഹയ്യല്ല 40 الأصل, അത് കിട്ടാൻ നോക്കണം, നല്ല കിതാബ് അതിൽ പറയുന്നുണ്ട്. വഗൈരിഹിം വകാന മശായിഖുഹു യുസ്നൂന അലൈഹി, മശായിഖന്മാരെല്ലാം മൂപ്പറ സ്തുതിച്ച് പറയും. ലിതമയ്യുസിഹി ബൈന അഖ്റാനിഹി, മറ്റൊരു സുഹൃത്തുക്കളെയും വിട്ട് മൂപ്പർക്ക് ചില പ്രത്യേകതകളുണ്ട്. വഹുസ്നി തഅദ്ദുബിഹി വസുലൂക്കിഹി വഅഖ്ലാഖിഹി, ആ കാരണത്തിന് വേണ്ടി എല്ലാ പല വിഷയങ്ങളുണ്ടായിരുന്നു. ഈ പോലെ തന്നെ അതിന് കുറേ നക്കല് അവസരോചിതമായി ഇതിൽ വരുന്നുണ്ട്. واستجاز المترجم كثيرا من المشايخ من أعلام السادة عالي أبي علوي وغيرهم, അവരോടൊക്കെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. മിൻ ഉലമാഇൽ ആലമിൽ ഇസ്ലാമി കൽ അല്ലാമത്തിൽ ആരിഫ് ബില്ലാഹി അൽ ഹബീബ് മുഹമ്മദ് ബിൻ ഹാദി സഖാഫ് 1, വൽ അല്ലാമത്തുൽ ഹബീബി അഹ്മദ് ബിൻ മൂസൽ ഹബശി 2, വൽ അല്ലാമത്തുൽ മുഹദ്ദിസ് അസ്സയ്യിദ് അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി, വളരെ മശഹൂറല്ലേ സയ്യിദ് അലവി. والحبيب العلامة الداعية عمر بن أحمد بن سميتي, والحبيب القدوة أحمد مشهور بن طه الحداد, والحبيب القدوة عبد القادر بن أحمد السقاف,
വൽ ഹബീബ് ദാഇയ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹദ്ദാർ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹദ്ദാറിന്റെ സംഭവം വരുന്നു. ഒരു ഹദ്ദാറുമായി കണ്ടുമുട്ടിയ സംഭവം ബർക്കത്തിൽ എഴുതുന്നുണ്ട്. വൽ ഹബീബിൽ മുറബി ഹസൻ ബിൻ അബ്ദുല്ലാഹി ഷാത്തിരി വശൈഖ് ഉമർ ഹദ്ദാദ് വൽ അല്ലാമത്ത് ശൈഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് ഷാത്തിരി വഗൈരിഹിം وتراجم هؤلاء جميعا مفصلة في ثبت أسانيد المترجم وشيوخه. നമ്മുടെ ചരിത്ര പുരുഷനായ ഇമാമുണ്ടല്ലോ, ഓരോ ഇസ്നാദിന്റെ സബത്തുണ്ടാകും എഴുതി വെച്ച നിൽക്കാണ്ട് അതിൽ ഇവർ ഓരോരുത്തരുടെയും ചരിത്രത്തിലുണ്ട്. വക്കാനത്ത് മുദ്ദത്ത് തലബിൽ മുത്തർജമിൽ ഇൽമി ഫി മദീനത്തി തരീം നഹ്വ സമാനിയ സിനീൻ. തരീമിൽ ഇൽമു തേടിയ കൊല്ലം ഏതാണ്ട് 8 കൊല്ലം. ഖളാഹ ജാദൻ മുജ്തഹിദൻ മുതഫാനിയം ഫി തലബ്. തലബിൽ അങ്ങനെ തന്നെ മരിച്ചു എന്നാണ്, ഫാനിയിച്ചു. استمدادنا في تلك المنهل العظيم النمير في تلك المدينة المشهورة المشهورة ببركتها الفياضة وكثرة من فيها من العلماء والصالحين. അവിടെ എത്ര ഔലിയാക്കന്മാരാ പറഞ്ഞു നടക്കുന്നവരും. فاضلا عما شرفت بهم مشاهد الاولياء. ഔലിയാക്കളുടെ മശാഹിദ് വേറെ കിടക്കുന്നു. وآثار الأسلاف واللقاء المباركة رضي الله عنه. എന്നാൽ വലിയ തൗഫീഖിന്റെ ഉടമയാണെന്ന് ഇതൊന്നും സംശയിക്കാനില്ലല്ലോ. ഇനി പറയുന്നത് മദീനത്തുൽ ബൈള വൽ ഹബീബ് മുഹമ്മദുൽ ഹദ്ദാറുമായി കണ്ടുമുട്ടി. അത് ഇൻഷാ അല്ലാഹ് ഒറ്റ വായനയിൽ തീരൂല, പിന്നെ മദീനത്തേക്ക് എത്തും.